കഴിഞ്ഞ ദിവസം GR അനിൽ മന്ത്രി ഭക്ഷ്യമന്ത്രി പറഞ്ഞു, സിവിൽ സപ്ലൈസിന് കിട്ടേണ്ട 1524 കോടി കിട്ടാത്ത പക്ഷം അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതായത് സപ്ലൈകോയ്ക്ക് ഈ ക്രിസ്മസ് ബസാറിൽ ഇടപെടാൻ കഴിയുകയില്ല, അങ്ങനെ അത് വലിയൊരു തിരിച്ചടിയാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് 1524 കോടി കിട്ടണം എന്ന് പറഞ്ഞു. അതുമാത്രവുമല്ല, അതൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് വിപണികൾ വളരെ സജീവമാകുമെന്നും അത് ഉടനെ തന്നെ ഇന്നലെ മുതലേ സജീവമാകുമെന്ന് പറഞ്ഞു. ഇന്നലെ മീഡിയ പ്രവർത്തകരൊക്കെ സജീവമായ വിപണി കാണാനെത്തി. സജീവമാകുന്ന വിപണിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് ഒരുപാട് കുടുംബങ്ങൾ, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുടുംബങ്ങൾ ക്രിസ്മസ് ബസാറിന് ഒരുപാട് പേര് സാധാരണ, അതായത് നമ്മൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം തന്നെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ, നമ്മുടെ വലിയ പെർ ക്യാപിറ്റ ഇൻകം അദ്ദേഹത്തിന് അറിയാമോ? ലൂലു പോലെയുള്ള വലിയ കുറെ ആളുകൾക്ക് ഒരുപാട് ഇൻകം കാണും. അത് പെർ ക്യാപിറ്റ ഇൻകമായിട്ട് തിട്ടപ്പെടുത്തി വരുമ്പോഴേക്ക് ഒട്ടും വളരെ താണ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ജീവിക്കുന്ന മറിയക്കുട്ടിയെ പോലെയുള്ള ഒരുപാട് പേരുള്ള നാടാണ് കേരളം എന്ന്. അപ്പൊ അവരെ ഒന്നും പരിഹസിച്ചിട്ട് കാര്യമില്ല. ഈ പറയപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ, ഇപ്പൊ എന്നെ പോലുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ സിവിൽ സപ്ലൈസിൽ പോയി ഒരു സാധനവും മേടിക്കില്ല. എന്തുകൊണ്ടാണ് മേടിക്കാത്തത്? സത്യസന്ധമായി പറയാം എൻ്റെ സുഹൃത്തുക്കളെ. അതായത് ഞാൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളത്, ബെഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ് എന്ന് വെച്ചാല്, ബെഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അവരുടെ കോൺട്രാക്ടേഴ്സിനോട് വാങ്ങിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കൊന്നും കൊടുക്കേണ്ട വില ഏതാനും വർഷങ്ങളായിട്ടുള്ളത് കടം കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപ പലിശ പോലും ഇല്ലാതെ കടം കിടക്കുമ്പോൾ അവര് ആന്ധ്രയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ അല്ലെങ്കിൽ ബംഗാളിലോ എവിടെയെങ്കിലും ആകട്ടെ, ഏറ്റവും മോശപ്പെട്ട ഉൽപ്പന്നങ്ങളായിരിക്കും കേരളത്തിലെ സിവിൽ സപ്ലൈസിന് കൊണ്ടുപോയി നൽകുന്നത്. അത്തരം മോശപ്പെട്ട ഉൽപ്പന്നങ്ങൾ കഴിച്ച് ജീവന് ഹാനി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്ത കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. ഞാൻ സത്യസന്ധമായി ഞാൻ ചെയ്യുന്നത് പറയുകയാണ്. നിങ്ങൾ എന്നെ അതുകൊണ്ട് വിധി എഴുതരുത്. അതായത് നിങ്ങളും അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സിവിൽ സപ്ലൈസിലെ സാധനങ്ങൾ ആരോഗ്യദായകമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കാരണം അവർ കടം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർത്ത് നല്ല ടേംസിലെ ഈ കോൺട്രാക്ടേഴ്സുമായിട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം സിവിൽ സപ്ലൈസിൽ. അതുവരെ വിശ്വസിക്കാമെന്ന് തന്നെയല്ല, കൊണ്ടുവരുന്ന പല ഉൽപ്പന്നങ്ങളെ പറ്റിയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഉൽപ്പന്നം, ചെറുപയർ തന്നെ എടുത്തോളൂ. പുറത്തുനിന്ന് വാങ്ങുന്ന ചെറുപയറും സിവിൽ സപ്ലൈസിൽ നിന്ന് വാങ്ങുന്ന ചെറുപയറും കൂടി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും. സിവിൽ സപ്ലൈസിൽ നിന്ന് വാങ്ങുന്ന ചെറുപയർ നിറച്ച് അഴുക്കിങ്ങനെ കലങ്ങി വരും. അതേസമയത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന ചെറുപയറിൽ അഴുക്കുമില്ല, വേണമെങ്കിൽ അതുപോലെ തന്നെ അടുപ്പത്തേക്ക് ഇടാമെന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ ഇരിക്കും. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാകുമേ. ഞാനൊരു വീട്ടമ്മയാണ്, നന്നായി പാചകം ചെയ്യാൻ ശ്രമിക്കുന്ന സ്ത്രീ കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ GRNൽ എന്താ പറഞ്ഞ, 1524 കോടി സിവിൽ സപ്ലൈസിന് കുടിശ്ശികയുണ്ട്. അതെല്ലാം കൊടുത്തു തീർത്ത് ഉടനെ തന്നെ ഒരു പരിഹാരം കാണണം, അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് അടച്ചു പൂട്ടേണ്ടി വരും. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, സിവിൽ സപ്ലൈസിൽ വാങ്ങുന്ന സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണം. 13 ഐറ്റംസ് വില വർദ്ധിപ്പിക്കാതെ തരുമെന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോ അവിടെ ഇരിക്കട്ടെ. വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സിവിൽ സപ്ലൈസ് നിന്നു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊന്നും മുഖവിലയ്ക്ക് എടുക്കാൻ ഒന്നും മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ സമ്മതിച്ചില്ല. പക്ഷെ ഇന്നലെ സിവിൽ സപ്ലൈസിന്റെ ബസാറിലേക്ക്, ക്രിസ്മസ് ബസാറിലേക്ക് എത്തിയപ്പോഴാണ് 3 ഐറ്റം, 2 ഐറ്റം, പിന്നെ അവസാനം 4 ഐറ്റം. ഇന്ന് വരും, നാളെ വരും, ഇനി മറ്റന്നാൾ വരും, അതായത് ക്രിസ്മസിന്റെ അന്ന് വരും എന്ന് വരെ പറഞ്ഞെന്നിരിക്കാം. എന്തായാലും ക്രിസ്മസ് വിപണി ഇതുവരെ സജീവമായിട്ടില്ല. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ക്രിസ്മസ് വിപണി സജീവമാക്കാനുള്ള ഒരു മാർഗം നമ്മുടെ ധനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1400 ചില്ലുവാനും കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ അതിലേക്ക് പിന്നെ വരാം. അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഈ പറയുന്ന കണക്കുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാകാം, അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധർ ധനവകുപ്പിലുള്ളവർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കണക്കുകളാകാം. പക്ഷെ ഇത്തരം കണക്കുകൾ കൊടുത്ത് വോട്ട് നൽകി
ഭരണത്തിലേറ്റിയവരെ പരിഹസിക്കരുത്, കളിയാക്കരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഈ 1524 കോടി കൊടുത്തില്ല, കർഷകർക്കുള്ള നെല്ല് ഏറ്റെടുത്തതിൻ്റെ സംഭരിച്ചതിൻ്റെ വില ഇപ്പോഴും കൊടുക്കാതെ കിടക്കുകയാണ്. അതുപോലെ എന്താണ് നമ്മുടെ ആശുപത്രികൾ, അതായത് എല്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളൊക്കെ സാധാരണക്കാർക്ക് യാതൊരു രക്ഷയുമില്ല. അതായത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ ചെന്ന് കയറാൻ പ്രാപ്തിയില്ലാത്ത, എനിക്ക് പോലും പ്രാപ്തിയില്ലായേ, അങ്ങനെയുള്ളിടത്തേക്ക് സർവ്വസാധാരണക്കാരായ മനുഷ്യര് എങ്ങനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ ചികിത്സ തേടിയെത്തുക? അപ്പൊ അത്തരക്കാരെയൊക്കെ എല്ലാത്തരം ചികിത്സയും മുടങ്ങിപ്പോകുന്നു. അങ്ങനെ ഏത് മേഖലയെടുത്താലും അവിടെയൊക്കെ വലിയ സങ്കടാവസ്ഥ, സംഘർഷാവസ്ഥ, ആശങ്കാജനകമായ അവസ്ഥ, ആരോടും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സങ്കടകരമായ അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ പറയപ്പെട്ട കണക്കുകൾ, ആരോ അദ്ദേഹത്തെ പഠിപ്പിച്ചു വിട്ട കണക്കുകളും പറഞ്ഞ് മനുഷ്യരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും മാറ്റം വരണം. അദ്ദേഹം കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ഇപ്പോൾ സംസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുപോലെ കടം മേടിച്ചു കൊണ്ടുപോയാൽ കടത്തിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ അതോ GSDPയുടെ വളർച്ചയാണോ വലുത് മുന്നിൽ നിൽക്കുന്നത്? അപകടകരമായ സൂചനകളാണോ ഇപ്പോഴുള്ള അവസ്ഥ നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പഠിക്കണം. അതിന് തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് വരാം.